hi dear friends, welcome to yet another session of word of the day. Yes, അപ്പോൾ word of the day സെഷനിൽ നമ്മൾ ഡെയിലി ഒരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വേർഡ് ഓഫ് ദ ഡേ എന്നുള്ള ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യണേ. ഇന്നും ഈ ഒരു സെഷനിലും ഞാൻ ആസ് യൂഷ്വൽ ഒരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ആ വേർഡ് ഏതാ, അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡാണ് ഫിക്കിൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് ഫിക്കിളാണ്. അപ്പം നമുക്കൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വേർഡ് ഓഫ് ദ ഡേനെ നമുക്ക് 4 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് പാർട്ടിൽ അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്, അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ പാർട്ടിൽ അതിൻ്റെ മീനിങ് ഡിസ്കസ് ചെയ്യും. മൂന്നാമത്തെ പാർട്ടിൽ ആൻറ്റണിംസ് സിനോണിംസ് ഡിസ്കസ് ചെയ്യും. നാലാമത്തെ പാർട്ടിൽ നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ഫിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണെന്ന് ചോദിച്ചാൽ ഈ വേർഡ് ആഡ്ജക്റ്റീവ് ആണ്. യെസ്, ഫിക്കിൾ എന്നുള്ള ഈ ഒരു വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്? ഫിക്കിൾ എന്നുള്ള ഈ ഒരു വേർഡ് ആഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഒരു വേർഡ് ആഡ്ജക്റ്റീവ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആ വേർഡ് എന്താ പറയുക, ഒരു അഡ്ജക്റ്റീവ് കമ്പാരബിൾ ആണോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അഡ്ജക്റ്റീവ്സ് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫിക്കിൾ എന്നുള്ള ഈ ഒരു വേർഡ് കമ്പാരബിൾ ആയ ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു അഡ്ജക്റ്റീവ് കമ്പാരബിൾ ആയി കഴിഞ്ഞാൽ അതിന് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടാവും അല്ലേ. പോസിറ്റീവ് ഡിഗ്രി ഉണ്ടാവും, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാവും, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ഫിക്കിളാണ്. ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഫിക്ലർ ആണ്. അതേപോലെ ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫിക്ലെസ്റ്റ് ആണ്. മനസ്സിലായല്ലോ? ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയാണിത്. ഫിക്കിൾ എന്നുള്ളത് അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയാണ്. ഫിക്ലർ എന്നുള്ളതാണ് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി. ഫിക്ലെസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ എന്താണ് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അല്ലെങ്കിൽ എന്താ അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി, എന്താ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്ജക്റ്റീവ്സിൻ്റെ സെഷനിൽ അഡ്ജക്റ്റീവ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല പാർട്സ് ഓഫ് സ്പീച്ച് ആണല്ലോ. നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഗ്രാമറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പേപ്പറിൽ നമ്മൾ മെയിനായിട്ടല്ലേ നമുക്കറിയാം, ഇപ്പോൾ ബാങ്ക് എക്സാമിനേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് പേപ്പറിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വൊക്കാബുലറിയാണ്. നമ്മുടെ വൊക്കാബുലറി എത്ര സ്ട്രോങ് ആണെന്ന് അവർ ചെക്ക് ചെയ്യും. പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ പാരാ ജംബിൾസ്, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂടാണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഗ്രാമർ ടോപ്പിക്സ് അല്ലേ. നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഗ്രാമറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്താ പറയുക, ഗ്രാമറിലുള്ള ഏത് സെക്ഷനിൽ നിന്നാണ്? പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നാണ്. അപ്പോൾ ആ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ നമ്മൾ നൗണ് ഡിസ്കസ് ചെയ്തു, പ്രൊനൗൺ ഡിസ്കസ് ചെയ്തു, അഡ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്തു, ആഡ്വർബ് ഡിസ്കസ് ചെയ്തു, വെർബ് ഡിസ്കസ് ചെയ്തു അല്ലേ. വെർബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. യെസ്, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു അഡ്ജക്റ്റീവിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഗ്രാമറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അഡ്ജക്റ്റീവ്സിൻ്റെ സെഷൻ പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി മനസ്സിലായല്ലോ. ഇനി ഈ ഒരു വേർഡിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് വേർഡ്സ് നോക്കിക്കോളൂ. ഫിക്കിൾനെസ് എന്നൊരു വേർഡ് ഉണ്ട്. യെസ്, ഫിക്കിൾനെസ്. അപ്പോൾ ഫിക്കിൾനെസ് എന്ന് പറയുന്നത് ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ നൗൺ ഫോം ആണ് ഫിക്കിൾനെസ് അല്ലേ. നമുക്കറിയാം ദ ക്വാലിറ്റി ഓഫ് ബീയിങ് ഫിക്കിളിനെയാണ് നമ്മൾ ഫിക്കിൾനെസ്. ഓക്കെ, ദ ക്വാലിറ്റി ഓഫ് ബീയിങ് ഫിക്കിളിനെയാണ് നമ്മൾ ഫിക്കിൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫിക്കിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഫിക്കിൾനെസ് എന്ന് പറയുന്നത് ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ നൗൺ ആണ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേർഡാണ് ഫിക്കിൾ സം. യെസ്, ഫിക്കിൾ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഫിക്കിളായിരിക്കുക എന്നുള്ളത്, അതായത് ഫിക്കിൾ എന്നുള്ള അതേ മീനിങ്ങിലാണ് നമ്മൾ ഫിക്കിൾ സം എന്നുള്ള വേർഡും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിക്കിൾ എന്നുള്ള അതേ വേർഡിൽ അതേ മീനിങ്ങിലാണ് നമ്മൾ ഫിക്കിൾ സം എന്നുള്ളത്, അതായത് ക്യാരക്ടറൈസ്ഡ് ബൈ ഫിക്കിൾനെസ് അല്ലേ. ക്യാരക്ടറൈസ്ഡ് ബൈ ഒരാൾ ഫിക്കിളായിരിക്കുന്നതിനെയാണ് നമ്മൾ ഫിക്കിൾ സം എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ കാണിച്ചിട്ട് അയാൾ ഭയങ്കര ഫിക്കിൾ സം ആണെന്ന് നമ്മൾ പറഞ്ഞാൽ അയാൾ ഫിക്കിൾ ആണെന്നുള്ള ഒരു സെയിം മീനിങ്ങിലാണ് നമ്മൾ ഫിക്കിൾ സം, ക്യാരക്ടറൈസ്ഡ് ഓർ മാർക്ക്ഡ് ബൈ ഫിക്കിൾനെസ്. മനസ്സിലായ?
മനസ്സിലായല്ലോ. അപ്പോൾ ഫിക്കിൾ സം എന്നുള്ളത് ആക്ച്വലി നമ്മൾ പറയുമ്പം ആ വേർഡും എന്താണ്, ആഡ്ജക്റ്റീവ് ആണ്. ഫിക്കിൾ എന്നുള്ള ആ സെയിം മീനിങ്ങിലാണ് നമ്മൾ ഫിക്കിൾ സം, വേറൊരു വേർഡാന്നേ ഉള്ളൂ, അതും എന്താണ്, ആഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഫിക്കിൾ സമ്മിൻ്റെ ഇത് പോസിറ്റീവ് ഡിഗ്രി ആണ്. ഫിക്കിൾ സം എന്ന് പറയുന്നത് എന്താണ്, അത് പോസിറ്റീവ് ഡിഗ്രി ആണ്. ഫിക്കിൾ സമ്മിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്, മോർ ഫിക്കിൾ സം ആണ്. ഫിക്കിൾ സമ്മിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോർ ഫിക്കിൾ സം ആണ്. ഫിക്കിൾ സമ്മിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി മോസ്റ്റ് ഫിക്കിൾ സം ആണ്. ഫിക്കിൾ സമ്മിൻ്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഡിഗ്രി മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫിക്കിൾ എന്നുള്ള ആ ഒരു വേർഡിന് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. യെസ്. അപ്പോൾ എന്താണ് ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ് നോക്കാം. ചേഞ്ചിങ് ഫ്രീക്വൻ്റ്ലി, changing frequently, especially as regards, ഇത് ആറാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, as regards one's, നമുക്ക് എന്ത് പറയാം, affections or loyalty, yes. അപ്പോൾ എന്താണ് ഫിക്കിൾ? നമുക്ക് ആദ്യം മീനിങ്ങിൻ്റെ മീനിങ് നോക്കാം. മീനിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മീനിങ്സ് ഒക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങിലേക്ക് വരാം. അപ്പോൾ ചേഞ്ചിങ് ഫ്രീക്വൻ്റ്ലി, ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ മാറുക. ഫ്രീക്വൻ്റ്ലി നമ്മൾ ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഐ ഫ്രീക്വൻ്റ്ലി നമുക്ക് എന്ത് പറയാം, ഗോ ടു പാരീസ്. ഐ ഫ്രീക്വൻ്റ്ലി ഗോ ടു പാരീസ് ഫോർ മൈ ബിസിനസ് മീറ്റിംഗ്സ്. എൻ്റെ ബിസിനസ് മീറ്റിംഗ്സിന് വേണ്ടി ഞാൻ കൂടെ ഫ്രീക്വൻ്റ്ലി, എപ്പോഴും കൂടെ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ, ഫ്രീക്വൻ്റ്ലി എന്നുള്ള വേർഡ് എന്താണ്, ഒരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. യെസ്. അപ്പോൾ ചേഞ്ചിങ് ഫ്രീക്വൻ്റ്ലി, അപ്പോൾ ആഡ്വർബ് എന്താണ്, പല ടൈം നമ്മൾ ആഡ്വർബ് ഓഫ് ടൈം ഡിസ്കസ് ചെയ്തു, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്തു അല്ലേ, ആഡ്വർബ് ഓഫ് ക്വാളിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആഡ്വർബിന്, ടൈപ്സ് ഓഫ് ആഡ്വർബ്സ് എന്താണ്, ആഡ്വർബ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ് എന്താണ്, ഇങ്ങനെയുള്ള നമ്മൾ ചില ആഡ്വർബ്സിന് നമ്മൾ കമ്പയർ ചെയ്തും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആഡ്വർബ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ആഡ്വർബ് എന്നുള്ള ആ ഒരു എന്താ പറയുക പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് നോളജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ്വർബിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സെഷൻ, ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളത് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്വർബിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. യെസ്. അപ്പോൾ ബാക്ക് ടു അവർ വേർഡ്. അപ്പം ചേഞ്ചിങ് ഫ്രീക്വൻ്റ്ലി, അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും മാറുന്നത് അല്ലേ. എസ്പെഷ്യലി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്നുള്ളൊരു മീനിങ് ആണ്. ആസ് റിഗാർഡ്സ്. ഓക്കെ. ഈ ആസ് റിഗാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആസ് റിഗാർഡ്സ് എന്നുള്ളത് നമുക്കൊരു ഫ്രേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ആസ് റിഗാർഡ്സ് എന്നുള്ള ഈ ഒരു ഫ്രേസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സംബന്ധിച്ച് എന്നുള്ളൊരു മീനിങ് ആണ്, കൺസേണിങ് അല്ലേ. ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു സെമിനാർ നടക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സെമിനാർ ഓർ സ്പീച്ച് വാട്ട് എവർ ഇറ്റ് മേ ബി, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം നടക്കാൻ പോകണം. അപ്പം ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ എന്നോട് ചോദിക്കുവാണ്, ഓക്കെ ഈ സെമിനാറിൽ എന്താണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, അല്ലെ വാട്ട് ദിസ് സെമിനാർ ഈസ് ഓൾ എബൌട്ട് എന്ന് ഒരാൾ എന്നോട് ചോദിക്കുമ്പം ഞാൻ പറയുവാണ് ആസ് റിഗാർഡ്സ് കോണ്ടന്റ് we'll cover the major issues, the major issues faced by എന്ത് പറയാം, യൂത്ത് ഇൻ ടുഡേയ്സ് വേൾഡ് അല്ലേ. ഇന്നത്തെ വേൾഡിൽ യൂത്ത്, അതായത് യങ് ജനറേഷനിലുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ ഫേസ് ചെയ്യണം മേജർ ഇഷ്യൂസിനെ കുറിച്ചാണ് അല്ലേ നമ്മൾ ഈ ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു സെമിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സെമിനാറിൽ കവർ ചെയ്യാൻ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ആസ് റിഗാർഡ്സ് കോണ്ടന്റ്, അപ്പോൾ കോണ്ടന്റിൻ്റെ കാര്യം പറയുമ്പോൾ, കോണ്ടന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോണ്ടന്റിൻ്റെ കാര്യം പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച്, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, ആസ് റിഗാർഡ്സ് ദ പാർട്ടി to be held on tomorrow. Yes, we have
we need to have so much of fun. We need to have so much of fun elements in the party. അപ്പോൾ പാർട്ടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ പാർട്ടീനെ സംബന്ധിച്ച് അല്ലേ, പാർട്ടീനെ നാളെ നമ്മൾ കണ്ടക്ട് ചെയ്യാനിരിക്കണം ആ ഒരു പാർട്ടീനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പം അതിൽ ഒരുപാട് ഫൺ എലമെന്റ്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡെക്കറേഷൻ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഡെക്കറേഷൻ അല്ലേ, നമ്മൾ പറയുമ്പം ഇപ്പം ആസ് റിഗാർഡ്സ് ദി ഡെക്കറേഷൻ we should use all costly decorations അല്ലെങ്കിൽ all decorations providing immense beauty, നല്ല ബ്യൂട്ടി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണം, ഏത് ഫ്രേസ് യൂസ് ചെയ്യണേ, ആസ് റിഗാർഡ്സ് എന്നുള്ളൊരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? കൺസേണിങ്, യെസ്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കൺസേണിൽ നിന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ആസ് റിഗാർഡ്സ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ വൺസ് അഫെക്ഷൻ എന്ന് പറയുമ്പോൾ യെസ് താല്പര്യങ്ങളിൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആണ് നമുക്ക് ഇഷ്ടം ഉണ്ടാവുന്നത്, ഇഷ്ടമില്ലാത്തത്, അങ്ങനത്തെ കാര്യങ്ങളാണ് അഫെക്ഷൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഷീ ഈസ് വെരി മച്ച് അഫക്റ്റഡ് ടു ഹർ ഫാദർ. എന്ന് പറഞ്ഞാൽ അവളുടെ ഫാദറിനോട് അവൾക്ക് ഭയങ്കരമായ ഒരു സ്നേഹമാണ്. സോ അങ്ങനെ ഒരു അഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹം, ലൈക്ക് ഡിസ്ലൈക്ക് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് അഫെക്ഷൻ. ഓർ ലോയൽറ്റി, ലോയൽ ഒരാൾ ഭയങ്കര ലോയലാണെന്ന് നമ്മൾ പറയുമ്പോൾ അയാൾ ഭയങ്കര നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ ലോയൽ എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ലോയൽറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത. ഓക്കെ, യെസ്. അപ്പം എന്താണ് ലോയൽറ്റി എന്ന് പറയുമ്പോൾ വിശ്വാസ്യത. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഇതിൽ നമ്മൾ എല്ലാ വേർഡ്സിൻ്റെയും ഫ്രേസസിൻ്റെയും മീനിങ് നോക്കി. ടോട്ടലായി നമുക്ക് ഈ ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മീനിങ്ങിൻ്റെ മീനിങ് നോക്കാം. അതായത് ഫിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ, ആ ഒരു ക്വാലിറ്റീനെയാണ് നമുക്കറിയാം. ഫിക്കിൾ ഒരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റീനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം എന്ത് ക്വാളിറ്റിയാണ് ഫിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്യണ ഒരു ക്വാലിറ്റീനെയാണ് നമ്മൾ ഫിക്കിൾ എന്ന് പറയണം. അതായത് ഇപ്പോൾ ഒരാൾ ഇന്ന് പറയുന്നത് പോലെ ആവില്ല നാളെ പറയണം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു കാര്യം ഇഷ്ടമാണെന്ന് പറയും, നാളെ അയാൾക്ക് അതേ കാര്യം ഇഷ്ടമല്ല എന്ന് പറയും. സോ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ മൂഡ് മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പറയണ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറയണ രീതിയിലുള്ള, സോ അതിനെയാണ് നമ്മൾ ഫിക്കിൾ. എപ്പോഴും ചേഞ്ച് ആവണതിനെയാണ് നമ്മൾ ഫിക്കിൾ എന്ന് പറയണ ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം. ആ ഒരു ക്വാലിറ്റീനെയാണ് നമ്മൾ ഫിക്കിൾ എന്ന് പറയുക. എപ്പോഴും ചേഞ്ച് ആവുക, ഒരു സ്റ്റഡി മൈൻഡഡ് അല്ല. ഇന്ന് രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. ചിലപ്പോൾ രാവിലെ ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറയും, വൈകുന്നേരം ആകുമ്പോഴേക്കും ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് പറയും. സോ അങ്ങനെ മൂഡ് മാറിക്കൊണ്ടേയിരിക്കണം. ഒരു അൺസ്റ്റഡി എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? ഫിക്കിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ. മനസ്സിലായല്ലോ? യെസ്. സിനോണിംസ് നോക്കാം. യെസ്, സിനോണിംസ് നമുക്ക് പറയാം കപ്രീഷ്യസ്. ഒരു വേർഡ് കപ്രീഷ്യസ് എന്നുള്ളൊരു വേർഡ് പറയാം. യെസ്, കപ്രീഷ്യസ് എന്ന് പറയുമ്പോൾ അതാണ് എപ്പോഴും ചേഞ്ച് ആവുന്നത്, മൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയണതാണ്. ഒരു സ്റ്റഡി അല്ലാത്ത, അൺസ്റ്റഡി എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അൺസ്റ്റഡി മൈൻഡ് അല്ലേ, മനസ്സിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കണം, ഒരു ചാഞ്ചാട്ടം ഉള്ള എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? കപ്രീഷ്യസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. നമുക്ക് ഇറസല്യൂട്ട് എന്നുള്ള വേർഡ് പറയാം. യെസ്, നമുക്ക് ഇറസല്യൂട്ട് എന്നുള്ള വേർഡ് പറയാം. ഇറസല്യൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേവറിങ് ആയല്ല, ഇങ്ങനെ ഒരു ചാഞ്ചാട്ടമുള്ള, അല്ലെങ്കിൽ ചാടി കളിക്കണം, ഒരു ഇതിൽ ഉറച്ചു നിൽക്കാത്ത, ഒരു അൺസർട്ടൺ ആയ, ഒരു ഉറച്ച തീരുമാനം ഇല്ലാത്ത, ഒരു ഉറച്ച മനസ്സില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന രീതിയിലുള്ള, സോ അതിനെയാണ് നമ്മൾ ഇറസല്യൂട്ട് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേഞ്ചബിൾ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ചേഞ്ചബിൾ എന്ന് പറയുമ്പം മാറിക്കൊണ്ടേയിരിക്കുന്നതിനെയാണ് നമ്മൾ ചേഞ്ചബിൾ എന്ന് പറയുന്നത്. വൊലറ്റൈൽ എന്നൊരു വേർഡ് ഉണ്ട്. വൊലറ്റൈൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. വൊലറ്റൈൽ എന്ന് പറഞ്ഞാലും അതാണ് വേവറിങ് ആയ, അല്ലെ, ഒരു സ്റ്റഡി അല്ലാത്ത. അൺസ്റ്റഡി എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്, അൺഡിപ്പെൻഡബിൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഡിപ്പെൻഡബിൾ പറയാം. യെസ്, അൺഡിപ്പെൻഡബിൾ. ഓക്കെ, യെസ്.
അൺഡിപ്പെൻഡബിൾ. നമുക്കറിയാം ഡിപ്പെൻഡ് എന്നുള്ള വേർഡ്, ഡിപ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമ്മൾ കോമൺ ആയിട്ടല്ലേ പൊതുവെ നമ്മൾ യൂസ് ചെയ്യണ ഒരു മീനിങ് ആണ് ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ. ആശ്രയിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഡിപ്പെൻഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണത്. അപ്പം ആരെയും ആശ്രയിക്കാതെ എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്നുള്ളൊരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യണത് അല്ലേ. യെസ്. അപ്പം ഡിപ്പെൻഡ് എന്നുള്ള വേർഡിന് ആശ്രയിക്കുക എന്നുള്ളൊരു മീനിങ് കൂടാതെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലേ, അയാളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മീനിങ്ങിലും നമ്മൾ ഡിപ്പെൻഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. യെസ്, നമുക്ക് അയാളെ ആ ഒരു കാര്യത്തിൽ നമുക്ക് അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വി ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദം ഫോർ എസെൻഷ്യൽ ഗുഡ്സ് അല്ലേ. നമുക്ക് ആവശ്യമുള്ള ഗുഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും? അയാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു മീനിങ്ങിൽ വി ക്യാൻ ട്രസ്റ്റ് ഹിം, അല്ലെങ്കിൽ വി ക്യാൻ ട്രസ്റ്റ് ദ പേഴ്സൺ എന്നുള്ള ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? ഡിപ്പെൻഡ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു അപ്പോൾ നമ്മൾ ആരെയും ആശ്രയിക്കാതെ എന്ന് പറയുന്ന മീനിങ്ങിൽ അപ്പോൾ ഡിപ്പെൻഡ് എന്നുള്ള ഈ രണ്ട് മീനിങ്ങിന് രണ്ട് ഓപ്പോസിറ്റ് ആണ്. ഒന്ന് നമ്മൾ ആശ്രയിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു വിശ്വസിക്കാൻ പറ്റാത്തതല്ലേ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവരെ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അവർ എന്താ പറയുക, ഒരു മനസ്സുറപ്പില്ലാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് അവരെ 100% നമുക്ക് അവരെ വിശ്വസിച്ച ആ കാര്യത്തിന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള വിശ്വാസത്തിന്, അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പറയുമ്പം നമുക്ക് അൺഡിപ്പെൻഡബിൾ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യെസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, അൺഡിപ്പെൻഡബിൾ പറയാം, വേരിയബിൾ എന്നുള്ളൊരു വേർഡ് പറയാം. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാറിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ വേരിയബിൾ എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെർക്യൂറിയൽ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. മെർക്യൂറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ്. മെർക്യൂറിയൽ എന്ന് പറയുമ്പോൾ ചേഞ്ചിങ്, ആ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക, ഒരു ഉറച്ച തീരുമാനം ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഡിറ്റർമിൻഡൽ എപ്പോഴും ഭയങ്കര അൺസ്റ്റഡി ആണെന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് മെർക്യൂറിയൽ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇറഗുലർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഇറഗുലർ അല്ല അല്ലെ, അവരുടെ കാര്യങ്ങളിൽ ഒരു റെഗുലാരിറ്റി ഇല്ല, ഒരു ഇറഗുലർ അല്ല, എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ ഇൻകോൺസ്റ്റന്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻകോൺസ്റ്റന്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്കൊരു ഫ്രേസ് പറയാം, ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ് അല്ലേ. ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ് എന്നുള്ളത് എന്താണ്? അതൊരു ഫ്രേസ് ആണ്. അപ്പോൾ എന്താണ്? ചില സമയത്ത് ചൂടായിരിക്കും, ചില സമയത്ത് തണുപ്പായിരിക്കും. സോ അങ്ങനെ ചില സമയത്ത് അങ്ങനെ, ചില സമയത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റെഗുലർ ആയ ഒരു രീതി ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു സ്റ്റഡിനെസ് ഇല്ലാത്ത എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഫ്രേസ് യൂസ് ചെയ്യാം, ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ്. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. കപ്രീഷ്യസ്, ഇറസല്യൂട്ട്, ചേഞ്ചബിൾ, വോളറ്റൈൽ, അൺസ്റ്റഡി, അൺഡിപ്പെൻഡബിൾ, വേരിയബിൾ, മെർക്യൂറിയൽ, ഇറഗുലർ, ഇൻകോൺസ്റ്റന്റ്, ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ്. പിന്നെ നമുക്ക് വേറെ കുറച്ച് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് അവർ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഈ വേർഡ്സ് ഒന്നും ഇല്ല, വേറെ കുറച്ച് വേർഡ്സ് ആണെങ്കിലും നമുക്കിതിൻ്റെ സിനോണിംസ് ആയിട്ട് പറയാം. നോക്കിക്കോളൂ. ഡിസ്ലോയൽ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അൺഫെയ്ത്ത്ഫുൾ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അൺഫെയ്ത്ത്ഫുൾ എന്നുള്ളൊരു വേർഡ് നമുക്ക് പറയാം. പിന്നെ ഫെയ്ത്ത്ലെസ്നെസ്, യെസ്, ഫെയ്ത്ത്ലെസ്നെസ് അല്ല, ഫെയ്ത്ത്ലെസ്നെസ് എന്നാകുമ്പോൾ അത് നൗണായി. ഫെയ്ത്ത്ലെസ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഫെയ്ത്ത്ലെസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുക, ഒരു വിശ്വാസമില്ലാത്തല്ല, ഒരു വിശ്വാസ്യത ഇല്ലാത്ത, ഫെയ്ത്ത്ലെസ് എന്നുള്ളൊരു വേർഡ്. അപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ സിനോണിംസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ ആൻറ്റണിംസ് നമുക്ക് നോക്കാം. ആൻറ്റണിംസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഫിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡിനെസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് അല്ലാത്ത എന്നുള്ളതാണ് നമ്മുടെ ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിംസ് എന്താണ്? നമുക്ക് സ്റ്റഡി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം സ്റ്റഡി ആവുമ്പോൾ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം സ്റ്റഡി ആവുമ്പോൾ, കോൺസ്റ്റന്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ റെഗുലർ ആവുമ്പോൾ അല്ലേ, ഒരു റെഗുലർ ആവുമ്പോൾ എന്നൊക്കെ ഉള്ള മീനിങ്ങിലുള്ള വേർഡ്സൊക്കെയാണ് നമ്മൾ ഫിക്കിൾ എന്നുള്ള വേർഡിൻ്റെ എന്തായിട്ട് പറയുന്നത്? ആൻറ്റണിംസ് ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ഇനി ഫിക്കിൾ എന്നുള്ള ഈ ഒരു വേർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ഫ്രേസ് ഉണ്ട്, നോക്കാം. അത് നമുക്ക് നോക്കാം.
യെസ്, ഫിക്കിൾ എന്നുള്ള വേർഡിനെ യൂസ് ചെയ്ത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളൊരു ഫ്രേസാണ് ദ ഫിക്കിൾ ഫിംഗർ ഓഫ് ഫേറ്റ്. ദ ഫിക്കിൾ ഫിംഗർ ഓഫ് ഫേറ്റ്. നമ്മൾ ഈ ഒരു ഫ്രേസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഫേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിധിയാണ് അല്ലേ. വിധി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അൺപ്രെഡിക്റ്റബിൾ, ഈ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യണത് ടു ഡിഫൈൻ ദി അൺപ്രെഡിക്റ്റബിൾ നേച്ചർ ഓഫ് ഫേറ്റ് അല്ലേ. അൺപ്രെഡിക്റ്റബിൾ നേച്ചർ ഓഫ് ഫേറ്റ് എന്താണ്? സംടൈംസ് സപ്പോർട്ടീവ് അല്ലേ. ചില സമയത്ത് നമുക്ക് സപ്പോർട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടായിരിക്കും. ചില സമയത്ത് എന്തായിരിക്കും? നമുക്ക് അനുകൂലമായിട്ടായിരിക്കും. ചില സമയത്ത് എങ്ങനെ ആയിരിക്കും? ചില സമയത്ത് ഹിൻഡറിങ് ആയിരിക്കും അല്ലേ. സംടൈംസ് സപ്പോർട്ടീവ് ആൻഡ് സം അതർ ടൈംസ് ഇറ്റ് ഈസ് ഹിൻഡറിങ്. നമ്മുടെ വിധിയുടെ പ്രത്യേകത അതാണ്. ചില സമയത്ത് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും, നമ്മുടെ വിധി നമുക്ക് അനുകൂലമായിരിക്കും. ചില സമയത്ത് വിധി നമുക്ക് പ്രതികൂലമായിരിക്കും, അല്ലെങ്കിൽ കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ വിധിയുടെ ഒരു അൺപ്രെഡിക്റ്റബിൾ നേച്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫ്രേസ് യൂസ് ചെയ്യണത്? ദ ഫിക്കിൾ ഫിംഗർ ഓഫ് ഫേറ്റ്. ദ ഫിക്കിൾ ഫിംഗർ ഓഫ് ഫേറ്റ് എന്നുള്ള ഈ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യണേ. മനസ്സിലായല്ലോ? യെസ്. അപ്പം നമുക്കിനി ഫിക്കിൾ എന്നുള്ളത് വെച്ചിട്ട് 1-2 എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. The climate is notoriously എന്ത് പറയാം, fickle in this time of the year അല്ലേ. ഇൻ ദിസ് ടൈം ഓഫ് ദി ഇയർ. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഈ ഒരു സമയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്താണ്? വേവറിങ് ആണ്, അതങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നൊട്ടോറിയസ്ലി അല്ലേ. നൊട്ടോറിയസ്ലി എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണത് എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലാണ്, അല്ലെങ്കിൽ അതിന് പേര് കേട്ടതാണ്. ഇപ്പോൾ അത് എപ്പോഴും നമ്മൾ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടെ നെഗറ്റീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൊട്ടോറിയസ്. ഹീ ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ അല്ലേ. ഹീ ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു ക്രിമിനലാണ്. ആ ഒരു ക്രിമിനൽ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ അയാൾ ഭയങ്കര ഫേമസ് ആണ്, അയാൾ ഭയങ്കര വെൽ നോൺ ആണ്, അല്ലെങ്കിൽ അയാൾ അതിൽ ഭയങ്കര പേര് കേട്ട ആളാണെന്നുള്ളൊരു മീനിങ്ങിലാണ്. ഓക്കെ, അതിൽ അത്രയും എന്താ പറയുക, ആ ഒരു നെഗറ്റീവ് ക്വാളിറ്റി അത്രയും എക്സ്ട്രീം ലെവലിലുള്ള, അല്ലെങ്കിൽ അതിൽ ഭയങ്കര പേര് കേട്ട എന്ന് പറയണ ഒരു മീനിങ്ങിലാണ് നമ്മൾ നൊട്ടോറിയസ്ലി എന്നുള്ളൊരു വേർഡ്. നൊട്ടോറിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ നൊട്ടോറിയസ്ലി എന്ന് പറയുമ്പോൾ അത് ആഡ്വർബായി. അപ്പോൾ ദ ക്ലൈമറ്റ് ഈസ് നൊട്ടോറിയസ്ലി ഫിക്കിൾ. നമുക്കറിയാം ഫിക്കിൾ എന്നുള്ള വേർഡ് എന്താണ്? ഫിക്കിൾ എന്നുള്ള വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്? ഫിക്കിൾ എന്നുള്ള വേർഡ് ആഡ്ജക്റ്റീവ് ആണ്. നമ്മൾ ആഡ്വർബ് നമ്മൾ വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ യൂസ് ചെയ്യും, പ്രിപ്പോസിഷനെ ക്വാളിഫൈ ചെയ്യാൻ യൂസ് ചെയ്യും അല്ലേ. അങ്ങനെ നമ്മൾ ആഡ്വർബിനെ തന്നെ ക്വാളിഫൈ ചെയ്യാൻ യൂസ് ചെയ്യും. അതേപോലെ ആഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാനും നമ്മൾ ആഡ്വർബ് യൂസ് ചെയ്യാറുണ്ട്. സോ ഫിക്കിൾ എന്നുള്ള വേർഡ് ആഡ്ജക്റ്റീവ് ആണ്. സോ അതിനെ ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്തു? ആഡ്വർബ് യൂസ് ചെയ്തു. നൊട്ടോറിയസ്ലി എന്ന് പറയുന്നത് എന്താണ്? ആഡ്വർബാണ്. നൊട്ടോറിയസ്ലി എന്ന് പറയുന്നത് ആഡ്വർബാണ്. അതിൻ്റെ ആഡ്ജക്റ്റീവ് ഫോം എന്താണ്? ഈ LY മാറ്റിക്കഴിഞ്ഞാൽ, നൊട്ടോറിയസ്ലിയിലെ LY മാറ്റിയാൽ നൊട്ടോറിയസ് ആണ് എന്ത്? നൊട്ടോറിയസ്ലി എന്നുള്ള ആഡ്വർബിൻ്റെ ആഡ്ജക്റ്റീവ് ഫോം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു സമയത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. ദി യങ് ജനറേഷൻ ഈസ് വെരി fickle and switch brands frequently. അതായത് യങ് ജനറേഷൻ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്താണ്? ഭയങ്കര വേവറിങ് ആണ് അല്ലേ. ഭയങ്കര ചാഞ്ചാട്ടമുള്ള ആൾക്കാരാണ്, ഒന്നിൽ ഉറച്ചു നിൽക്കില്ല. അവരുടെ ബ്രാൻഡ് എന്തിനെങ്കിലും, ഇപ്പം ഫോൺ ആയാലും whatever it may be, അവർ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് അവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. സോ മനസ്സിലായല്ലോ ഫിക്കിൾ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വേർഡ് ഫിക്കിൾ അല്ലേ. യെസ്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തിട്ടുണ്ടാവണം. കാരണം രസമുള്ളൊരു വേർഡാണ് ഫിക്കിൾ അല്ലേ. ഫിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചാഞ്ചാട്ടമുള്ള, അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത, പല സമയത്ത് പല രീതിയിലല്ലേ. അതായത് പല സമയത്ത്
ഒരു എന്താ പറയുക, ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയ രീതിയിലുള്ള ഒരു വേവറിങ് ആയ ഒരു ഉറച്ച തീരുമാനം ഇല്ലാത്തെന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഫിക്കിൾ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വേർഡ് ഈ ഒരു വേർഡിൻ്റെ സിനോണിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആൻറ്റോണിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ കുറച്ച് ഫ്രേസ് ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്ന ഫ്രേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എക്സാമ്പിൾ സെൻറ്റൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. അവിടെ തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ യെസ് വിൽ ഡിസ്കസ് ഇറ്റ് ദർ, അതർവൈസ് വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ എനി ഓഫ് അവർ അപ്കമിങ് സെഷൻസ്. അല്ലേ, നമ്മുടെ അപ്കമിങ് വേർഡ് ഓഫ് ദ ഡേ സെഷൻസിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം. യെസ്, അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പം അതിൻ്റെ കൂടെ അഡീഷണലായി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവാറുണ്ട്. അതായത് നമ്മുടെ പൊതുവെ യൂട്യൂബ് ചാനൽസിൽ നമുക്കറിയാം, യൂട്യൂബ് ചാനൽസിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ കുറവാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു മിഷൻ ബാങ്കർ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്താ ശ്രമിക്കണമെന്ന് വെച്ചാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുന്ന സമയത്ത്, അല്ലേ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ എന്ത് ഡെപ്തിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും ഡെപ്തിൽ നോളജ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ശ്രമിക്കണം. കുറേയൊക്കെ എനിക്ക് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം നമുക്ക് തൽക്കാലം നമ്മുടെ കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നിങ്ങൾക്കും എന്തെങ്കിലും പുതിയ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഹെൽത്തി ആയ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യെസ് നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്കിപ്പോൾ ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എല്ലാം നമ്മൾ അണ്ടർ കൺസിഡറേഷനിൽ വയ്ക്കും. നമുക്ക് സമയം കിട്ടണ പോലെ അല്ലെങ്കിൽ സമയം പോലെ നമുക്ക് 1 by 1 ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണ ആൾക്കാരാണെങ്കിൽ യെസ് നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമുക്ക് വേറൊരു വേർഡും അതിന് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.